പദയാത്ര ആരും ഉണ്ടാക്കിയതല്ല, ഇത് ഉണ്ടായി വന്നു, സ്വയംഭൂവായി വന്നൊരു യാത്രയാണ്. പരുമല തിരുമേനി എല്ലാമായിരുന്നു. അവർക്ക് കാഴ്ച കൊടുത്തു, അല്ലെങ്കിൽ അവരെ ഒരുപാട് പടി ഉയർത്തിയ ഒരു മനുഷ്യന്റെ പാത കാണിച്ചു കൊടുത്തു. അതെ, ആ ഒരു മനുഷ്യനാണ്. അപ്പം അവരെല്ലാം പരുമല തിരുമേനിയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകളിൽ നിന്ന് നടന്ന് ആ പള്ളിയിൽ പോയി. പിന്നെ അതിനൊരു കൂട്ടായിട്ടൊരു നടത്ത തുടങ്ങി. അങ്ങനെയാണ് പദയാത്രകൾ ആരംഭിക്കുന്നത്. നമ്മൾ ഈ ഒന്നാമത്തെ ദിവസം തളർന്ന് ഒരു പരുവം എത്തുമ്പോൾ ഒരു മഴ പെയ്യും. പിന്നെ ഈ മഴയത്ത് അവിടെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പരുമല തിരുമേനിയുടെ കാലഘട്ടത്തിൽ നടന്നും ഒരുപാട് സഞ്ചരിച്ച് കഷ്ടപ്പെട്ടിട്ടല്ലേ ഇവിടെയൊക്കെ എത്തിയത്. ആ ഒരു ത്യാഗം എന്താണെന്നുള്ളത് നമുക്കൊന്ന് തിരിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവവികാസമായിട്ട് അതിനെ നമുക്ക് കാണാം.